LP സ്കൂളിലെ ന്യൂസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 6 വെള്ളിയാഴ്ച. വാർത്തകൾ വായിക്കുന്നത് ആന്യ ഷിജിത്ത്. പ്രധാന വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2 ദിവസം പിന്നിട്ടിട്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ. രാജ്യത്ത് 7ാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിൽ താഴെ. രാജ്യത്ത് ഈ വർഷം 50,000 പേർക്ക് കൂടി തൊഴിൽ. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി. സീഡ് ജൈവ വൈവിധ്യ മാഗസിൻ മത്സരം. വാലുടമകൾക്ക് റോയൽറ്റി വിതരണത്തിന് തുടക്കമായി. ദേയുടെ വെല്ലുവിളിക്ക് അഭിനന്ദനവുമായി തരൂർ. കുഞ്ഞാലി മരക്കാർ പാലത്തിന് 59 കോടി അനുവദിച്ചു. IPL ക്രിക്കറ്റ് ഫൈനലിൽ മുംബൈ. വാർത്തകൾ വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2 ദിവസം പിന്നിട്ടിട്ടും പ്രസിഡന്റ് ഭരണം അനിശ്ചിതത്വത്തിൽ തുടരുന്നു. സെനറ്റും ജനപ്രതിനിധി സഭയും ചേർന്ന് ഇലക്ടറൽ വോട്ടുകൾ എണ്ണി കേവലം ഭൂരിപക്ഷം കിട്ടിയ ആളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായ 6ാം ദിവസവും 6 ലക്ഷത്തിൽ താഴെ. കോവിഡ് വാക്സിനായ ഭാരത് ബയോടെക് വാക്സിൻ ഫെബ്രുവരിയിൽ എത്തിയേക്കും. കോഴിക്കോട് ജില്ലയിൽ 828 പേർക്ക് കോവിഡ്. രോഗമുക്തി നേടിയവർ 844. ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് 50,000 തൊഴിലവസരം കൂടി സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം തുടങ്ങി. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തിലെ ഭക്ഷ്യ അലവൻസ് പ്രകാരമാണ് ഇത് നൽകുന്നത്. സീഡ് ജൈവ വൈവിധ്യ മാഗസിൻ മത്സരം. ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ മുദ്രാവാക്യം ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. സ്കൂൾ ജൈവ വൈവിധ്യം എന്ന വിഷയത്തിൽ ആസ്പദമാക്കി ലേഖനം, കവിത, കഥ, ചിത്രരചന, ഫോട്ടോ തുടങ്ങിയ സൃഷ്ടികളാണ് അയക്കേണ്ടത്. മികച്ച മാഗസിൻ തയ്യാറാക്കുന്ന സ്കൂളുകൾക്ക് സമ്മാനം ലഭിക്കും. നെൽവയൽ ഉടമകൾക്കുള്ള റോയൽറ്റി വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അവരുടെ സംരക്ഷണം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ദിയയുടെ വെല്ലുവിളിക്ക് അഭിനന്ദനവുമായി തരൂർ. ഇംഗ്ലീഷിലെ നീളം കൂടിയ വാക്കുകൾ കണ്ടുപിടിച്ച് അത് തെറ്റാതെ സെക്കൻഡുകൾക്കുള്ളിൽ പറഞ്ഞു തീർത്ത് ശ്രദ്ധ നേടിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുറിച്ച് കേട്ടറിഞ്ഞാണ് തരൂർ വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ചലഞ്ചുകൾ ഏറ്റെടുത്താണ് ദിയ ഈ വഴിയിലേക്ക് തിരിഞ്ഞത്. പയ്യോളി കോട്ടക്കലിൽ നിന്ന് വടകര സാൻഡാൻസിലേക്ക് നിർമ്മിക്കുന്ന കുഞ്ഞാലി മരക്കാർ പാലം 59 കോടിയുടെ അന്തിമാനുമതി ലഭിച്ചതായി കെ ദാസൻ MLA അറിയിച്ചു. IPL ക്രിക്കറ്റ് ഫൈനലിൽ മുംബൈ. ചാമ്പ്യന്മാർക്ക് ചേർന്ന ഓൾറൗണ്ട് പ്രകടനത്തോടെ മുംബൈ ഇന്ത്യൻസ് 13ാമത് IPL ക്രിക്കറ്റ് ഫൈനലിൽ എത്തി. നാട്ടുവാർത്ത. പയ്യോളി നഗരസഭാ കുടുംബശ്രീ CDS ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ VT ഉഷ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ KV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി ശ്രീധരൻ ആദ്യ വിൽപ്പന നടത്തി. കൗൺസിലർ സാലിഹ, CDS മെമ്പർമാരായ മല്ലിക ബാബുരാജ്, ശ്രീകല, റീത്ത, റമീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ഇന്ദിര നന്ദി പറഞ്ഞു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.